എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ ചാപ്റ്റർ നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ചാപ്റ്ററിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്താണ് ബിൽ എന്ന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം അതിന്റെ അക്കൗണ്ടിംഗ് എൻട്രികൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പിന്നെ ഒരു ചെറിയ കണക്ക് ചെയ്തു പഠിക്കും. സാധാരണയായി വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഒരു ഫൈനൽ റിവിഷനും ഒരു സ്റ്റഡി പ്ലാനും. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് തോന്നും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ബിസിനസ്സിൽ എപ്പോഴും പണം കൊടുത്തു മാത്രമാവില്ലല്ലോ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും. കടത്തിനും ഇടപാടുകൾ നടക്കും. അങ്ങനെയുള്ള കടമിടപാടുകൾ എങ്ങനെയാണ് കൃത്യമായി ബുക്കുകളിൽ എഴുതുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. പരീക്ഷയ്ക്കിതിൽ നിന്ന് ജേണൽ എൻട്രി എഴുതാനുള്ള ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അതില് ആരൊക്കെയാണ് പാർട്ടികളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇതിനെപ്പോലെ തന്നെയുള്ള ഒന്നാണ് പ്രോമിസറി നോട്ട്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും പ്രധാനമായിട്ട് ഇതിലെ ബേസിക് ജേണൽ എൻട്രികൾ ഒരു തെറ്റും കൂടാതെ എഴുതാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണൊരു ബിൽ? അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കിതിനെപ്പറ്റി മുൻപൊന്നും അറിയില്ലെങ്കിലും ഒരു പേടിയും വേണ്ട. നമുക്ക് 0 നിന്ന് തന്നെ തുടങ്ങാം, വളരെ പതുക്കെ. അപ്പോ എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അതിന്റെ ഡെഫിനിഷൻ നോക്കൂ. ഇതൊരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്. അതായത് എഴുതപ്പെട്ട ഒരു രേഖയാണ്. വെറുതെ വാക്ക് പറഞ്ഞാ പോരാ, എഴുതണം. അതിലെന്താണുള്ളത്? ഒരു അൺകണ്ടീഷണൽ ഓർഡർ, അതായത് യാതൊരു കണ്ടീഷനുമില്ലാത്ത ഒരു ഓർഡർ, ഒരു കൽപ്പനയാണ്. അതാണെങ്കിൽ പണം തരാം, ഇതാണെങ്കിൽ തരാം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് സൈൻഡ് ബൈ ദ മേക്കർ, അതായത് ഉണ്ടാക്കിയാൾ ഒപ്പിട്ടിരിക്കണം. എന്തിനാണീ ഓർഡർ? ഒരു നിശ്ചിത വ്യക്തിക്ക് ഒരു നിശ്ചിത തുക കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഓർഡറാണിത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, ഇത് എഴുതിയ രൂപത്തിലായിരിക്കണം, മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. രണ്ടാമത്തത്, ഇതൊരു ഓർഡറാണ്, ഒരു അപേക്ഷയല്ല, പണം തരണം എന്ന കൽപ്പനയാണ്. മൂന്നാമതായി, ഈ ഓർഡർ അൺകണ്ടീഷണലാണ്, യാതൊരു ഉപാധികളും പാടില്ല. നാലാമത്, എമൗണ്ട് കൃത്യമായി പറഞ്ഞിരിക്കണം, തീയതിയും കൃത്യമായിരിക്കണം. അവസാനമായി, ഇത് ഉണ്ടാക്കിയ ആൾ, അതായത് ദ മേക്കർ, ഇതില് ഒപ്പുവെച്ചിരിക്കണം. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ സാധാരണയായി 3 പാർട്ടികളുണ്ടാവും. അതിലൊന്നാമത്തെ ആളാണ് ഡ്രോയർ. ആരാണോ ഈ ബിൽ ഉണ്ടാക്കുന്നത് അയാളാണ് ഡ്രോയർ. സാധാരണഗതിയിൽ ആരാണോ സാധനം കടത്തിന് വിൽക്കുന്നത് ആ സെല്ലർ, അല്ലെങ്കിൽ ആർക്കാണോ പണം കിട്ടാനുള്ളത് ആ ക്രെഡിറ്റർ, അയാളായിരിക്കും ഡ്രോയർ. ഇനി രണ്ടാമത്തെയാൾ, അയാളുടെ പേരാണ് ഡ്രോയി. ഡ്രോയി ആരുടെ പേരിലാണോ ഈ ബിൽ എഴുതുന്നത്, അതായത് ആരാണോ പണം തരേണ്ടത് അയാളാണ് ഡ്രോയി. നമ്മുടെ ഉദാഹരണത്തിൽ സാധനം വാങ്ങുന്ന ആൾ, ദ ബയർ, അല്ലെങ്കിൽ പണം തരാനുള്ളയാൾ, ദ ഡെറ്റർ, അയാളാണ് ഡ്രോയി. ഇനി മൂന്നാമതൊരാളുണ്ട്, പേയി. അവസാനം ആർക്കാണോ ഈ പണം കയ്യിൽ കിട്ടുന്നത് അയാളാണ് പേയി. പലപ്പോഴും ബില്ലുണ്ടാക്കുന്ന ഡ്രോയർക്ക് തന്നെയാണ് പണം കിട്ടുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ഡ്രോയറും പേയും ഒരേ ആള് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം, അക്കൗണ്ടിംഗ്. എങ്ങനെയാണ് ജേണൽ എൻട്രികൾ എഴുതുന്നത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാം. പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ബില്ല് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോയർക്ക്, അതായത് പണം കിട്ടാനുള്ള ആൾക്ക് 4 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തേത്, ഡ്യൂ ഡേറ്റ് വരെ ആ ബിൽ സ്വന്തം കയ്യിൽ വെക്കാം. രണ്ടാമത്തേത്, ഡ്യൂ ഡേറ്റിന് മുൻപ് പൈസയ്ക്ക് അത്യാവശ്യം വന്നാൽ ഈ ബിൽ ബാങ്കിന് കൊടുത്ത് കുറച്ച് പൈസ കുറച്ച് നേരത്തെ വാങ്ങാം. ഇതിനെയാണ് ഡിസ്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായി, ഈ ബിൽ ഉപയോഗിച്ച് അയാൾക്ക് പണം കൊടുക്കാനുള്ള മറ്റൊരാൾക്ക് കൊടുത്ത് കടം വീട്ടാം. അതിനെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയും. നാലാമതായി, ഡ്യൂ ഡേറ്റ് ആവുമ്പോൾ പണം പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബാങ്കിനേൽപ്പിക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ബില്ല് കയ്യിൽ വെക്കുന്ന കേസ് നമ്മൾ നന്നായി പഠിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ സ്ലൈഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻട്രികൾ കാണാപാഠം പഠിക്കുന്നതിനു മുൻപ് നമുക്കതിന്റെ ലോജിക്ക് മനസ്സിലാക്കാം. ഡ്രോയറുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം. അയാൾക്ക് പണം കിട്ടാനുണ്ട്. അപ്പോ അയാൾക്ക് കിട്ടുന്ന ബിൽ, അതിനെ ബിൽസ് റിസീവബിൾ എന്ന് പറയും. അതയാൾക്കൊരു അസറ്റാണ്, അതായത് ഒരു ആസ്തിയാണ്.
അതേസമയം ഡ്രോയിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, അയാൾ പണം കൊടുക്കാനുണ്ട്. അപ്പോൾ അയാൾ കൊടുക്കുന്ന ബിൽ, അതിനെ ബിൽസ് പേയബിൾ എന്ന് പറയും. അത് അയാൾക്കൊരു ലയബിലിറ്റിയാണ്, അതായത് ഒരു ബാധ്യത. ഇനി എൻട്രികൾ നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, സാധനങ്ങൾ കടമായി വിൽക്കുന്നു. ഡ്രോയറുടെ ബുക്കിൽ സാധനം കിട്ടിയത് ഡ്രോയിക്ക്. അപ്പോൾ ഡ്രോയീസ് അക്കൗണ്ട് ഡെബിറ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽസ് നടന്നു, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഇനി രണ്ടാമത്തത്, ബിൽ ഒപ്പിട്ട് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ബിൽസ് റിസീവബിൾ എന്നൊരു അസറ്റ് കിട്ടി. കിട്ടുന്നതിനെ ഡെബിറ്റ് ചെയ്യണം, അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ്. ഇത് തന്നതാരാ? ഡ്രോയി. അപ്പോൾ അയാളുടെ അക്കൗണ്ട് ക്രെഡിറ്റ്. മൂന്നാമത്തത്, ഡ്യൂ ഡേറ്റ് ആയപ്പോൾ പണം കിട്ടുന്നു. പണം ബാങ്കിലേക്ക് വന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. നമ്മുടെ കയ്യിലിരുന്ന ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് പോയി, അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ക്രെഡിറ്റ്. കണ്ടോ, ഓരോ എൻട്രിക്കും ഒരു കാരണമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ എൻട്രികൾ എഴുതാനുള്ള തിയറി പഠിച്ചു. ഇനി ഇതുവെച്ച് ഒരു കണക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവും. നമുക്ക് നോക്കാം. ചോദ്യം നന്നായി വായിക്കുക. അമിത് സുമിത്തിന് 20,000 രൂപയുടെ സാധനങ്ങൾ കടമായി വിറ്റു. അപ്പോ ഇവിടെ ആരാണ് ഡ്രോയർ? അമിത്. ആരാണ് ഡ്രോയി? സുമിത്. അമിത് ഒരു 3 മാസത്തെ ബില്ലുണ്ടാക്കി. സുമിത് അത് സ്വീകരിച്ചു. ഡ്യൂ ഡേറ്റ് ആയപ്പോൾ സുമിത് പണം കൊടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അമിത്തിന്റെ, അതായത് ഡ്രോയറുടെ ബുക്കിൽ ജേണൽ എൻട്രികൾ എഴുതാനാണ്. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. സ്റ്റെപ്പ് 1, സാധനം വിൽക്കുമ്പോൾ ആർക്കാണ് നമ്മൾ വിട്ടത്? സുമിത്തിന്. സുമിത്താണ് റിസീവർ, അതുകൊണ്ട് സുമിത്സ് അക്കൗണ്ട് ഡെബിറ്റ് 20,000. നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽസ് ആണ് നടന്നത്, അതുകൊണ്ട് ടു സെയിൽസ് അക്കൗണ്ട് 20,000. ഇനി സ്റ്റെപ്പ് 2, ബിൽ കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്തു വന്നു? ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് വന്നു, അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് 20,000. ഈ ബിൽ തന്നതാരാണ്? സുമിത്, അതുകൊണ്ട് ടു സുമിത്സ് അക്കൗണ്ട് 20,000. ഇനി സ്റ്റെപ്പ് 3, ഡ്യൂ ഡേറ്റിൽ പണം കിട്ടുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് പണം വന്നു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 20,000. നമ്മുടെ കയ്യിലിരുന്ന എന്തുപോയി? ബിൽസ് റിസീവബിൾ എന്ന അസറ്റ് പോയി, അതുകൊണ്ട് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് 20,000. കണ്ടില്ലേ, നമ്മൾ നേരത്തെ പഠിച്ച അതേ ലോജിക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത്. ഇനി പരീക്ഷയ്ക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് സാധാരണയായി കൺഫ്യൂഷൻ വരുന്നതും മാർക്ക് പോകാൻ സാധ്യതയുള്ളതുമായ ചില കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള വ്യത്യാസം ഉറപ്പായും പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നത് ഒരു ഓർഡറാണ്. പണം കിട്ടാനുള്ള ആള്, അതായത് ക്രെഡിറ്റർ, പണം തരാനുള്ള ആൾക്ക് കൊടുക്കുന്നൊരു ഓർഡറാണത്. എനിക്ക് ഇത്ര രൂപ തരണം എന്നൊരു കൽപ്പന. എന്നാൽ പ്രോമിസറി നോട്ട് എന്നത് ഒരു പ്രോമിസാണ്. പണം തരാനുള്ള ആള്, ഡെപ്റ്റർ, ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തന്നുകൊള്ളാം എന്ന് വാക്ക് കൊടുക്കുന്നൊരു രേഖയാണത്. പിന്നെ ബില്ലിന് ഡ്രോയിയുടെ അക്സെപ്റ്റൻസ്, അതായത് അയാളുടെ സമ്മതം നിർബന്ധമാണ്. പക്ഷേ പ്രോമിസറി നോട്ടിന് അതിന്റെ ആവശ്യമില്ല, കാരണം അതുണ്ടാക്കുന്നത് തന്നെ പണം തരാനുള്ള ആളാണല്ലോ. ഇനി സാധാരണയായി വരുന്നൊരു സംശയമാണ്, ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ഡ്രോയി പണം തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അതിനെയാണ് നമ്മൾ ഡിസോണർ എന്ന് പറയുന്നത്. പേടിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ബിൽ കിട്ടിയപ്പോൾ നമ്മൾ എഴുതിയ എൻട്രി ഓർക്കുന്നുണ്ടോ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയേഴ്സ് അക്കൗണ്ട് എന്നല്ലേ? ഡിസോണർ ആകുമ്പോൾ അതിന്റെ നേരെ തിരിച്ചുള്ള എൻട്രി എഴുതിയാൽ മതി, അതായത് ഡ്രോയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. കാരണം അയാൾ പണം തരാത്തതുകൊണ്ട് അയാൾ വീണ്ടും നമ്മുടെ ഡെറ്ററായി മാറി. ഡെറ്ററിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുമല്ലോ, അത്രയുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും അത്യാവശ്യമായി ഓർത്തിരിക്കേണ്ട എൻട്രികൾ നമുക്കൊന്നുകൂടി നോക്കി ഉറപ്പിക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ഡ്രോയറുടെ ബുക്കിലെയും ഡ്രോയിയുടെ ബുക്കിലെയും 3 പ്രധാനപ്പെട്ട എൻട്രികൾ കൊടുത്തിട്ടുണ്ട്. 1, സാധനങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും. 2, ബിൽ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും. 3, പണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും. ഈ 6 എൻട്രികൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ ബേസിക് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. ഈ ടേബിൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ദിവസവും ഒന്ന് നോക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ സഹായകമാകും. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി എങ്ങനെ പഠിക്കണമെന്ന് കൂടി നോക്കാം. പരീക്ഷയ്ക്ക് ഒരാഴ്ചയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ പ്ലാൻ ഫോളോ ചെയ്യാം. ആദ്യത്തെ 1-2 ദിവസം ഈ വിശദീകരണം ഒന്നുകൂടി കേട്ട് കൺസെപ്റ്റുകളൊക്കെ ക്ലിയറാക്കുക. അടുത്ത 3 ദിവസം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു വെച്ചിട്ടുള്ള കണക്കുകൾ ജാതി ചെയ്തു പഠിക്കുക. നോക്കി എഴുതരുത്, സ്വയം ചെയ്തു നോക്കണം.
അവസാനത്തെ 2 ദിവസം എല്ലാ ദിവസവും നമ്മൾ കണ്ട ആ മെമ്മറി സമ്മറിയിലെ എൻട്രികളൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാൻ ഇപ്പോ റെഡിയാണ്. മറക്കരുത്, സംശയം വന്നാൽ വീണ്ടും ഈ ക്ലാസ് കേൾക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ നിർബന്ധമായും ചെയ്തു പഠിക്കുക. പ്രധാനപ്പെട്ട എൻട്രികൾ ദിവസവും ഒന്നു മറിച്ചു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.